ഏതൊക്കെ ഫിലിം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്? ഐ മീൻ ടു ബിക്കം എ മേക്കർ. കാരണം ഫിലിം മേക്ക് ചെയ്യണമെന്നൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ടല്ലോ നമ്മൾ കോളേജിലോട്ട് പോകുന്ന ടൈമിൽ. അത് ഏതൊക്കെ ഫിലിംസ് കണ്ടിട്ടാണ് അങ്ങനെ ഇൻസ്പയർ ചെയ്ത ഫിലിംസ് ഏതൊക്കെയാണ്? ഐ തിങ്ക് ഒരു പടം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രം വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ്, 2 പടമുണ്ട് ആക്ച്വലി. ഫസ്റ്റ് വൺ വാസ് ദ ഗുഡ്, ദ ബാഡ് ആൻഡ് ദി അഗ്ലി. ഞാൻ ഐ തിങ്ക് 13 വയസ്സോ 14 വയസ്സോ എന്തോ സമയത്താണ് ഞാൻ ആ പടം കാണുന്നത്. പക്ഷെ ഇത് കാണാനിരുന്നത് തന്നെ വാസ് എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്, മേളുടെ കസിൻ. പുള്ളിക്കാരന് ഇതേമാതിരി പടം കാണണം കേട്ടോ, അടിപൊളി പടം എന്നൊക്കെ പറഞ്ഞിട്ട് പേര് കേട്ടിട്ടുണ്ട്. ക്ലിൻറ്റ് ഈസ്റ്റ്വുഡ് എന്ന് പറഞ്ഞിട്ട് പേര് കേട്ടിട്ടുണ്ട്. സോ അങ്ങനെ കാണാറുണ്ട്. എൻ്റെ ഫാദറിന് ഇതേമാതിരി ക്ലാസിക് VHS കളക്ഷൻസ് ഉണ്ടായിരുന്നു ഒരുപാട്. അപ്പോൾ ഞാൻ ഇതേമാതിരി പേര് കേട്ട പടങ്ങളൊക്കെ കുറേ ഇട്ട് കാണാൻ നോക്കി. അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഒന്നും മനസ്സിലുണ്ട്. ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് ഇട്ട് നോക്കി, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടപ്പോൾ ഓഫ് ചെയ്തു. ലൈക്ക് അങ്ങനത്തെ പടങ്ങളൊക്കെ ഇട്ടു. ആൻഡ് ദെൻ ഐ സ്റ്റാർട്ട് വാച്ചിങ് ഗുഡ്, ദ ബാഡ് ആൻഡ് ദി അഗ്ലി. ഇറ്റ്സ് എ വെരി ഡ്രൈ ഫിലിം. തുടങ്ങുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. ഒരു മെക്സിക്കൻ സ്റ്റാൻഡ് ഓഫ്, ഇതേമാതിരി വെരി വിയേർഡ്, ഭയങ്കര അൾട്രാ വൈഡ്, പെട്ടെന്ന് ഭയങ്കര ക്ലോസപ്സ് ആൻഡ് വെരി ഡീപ്പ് ഫോക്കസ് ക്ലോസപ്പ്, അങ്ങനത്തെ പരിപാടിയൊക്കെ ഞാൻ കണ്ടിട്ട് ഇത് എന്താണ്, ഇത് മനസ്സിലാവുന്നില്ല സംഭവം. ബട്ട് ഐ സ്റ്റാർട്ട് വാച്ചിങ് ഇറ്റ്. അതിന് 3 മണിക്കൂർ എന്തുകൊണ്ട് സിനിമ എൻ്റെ ഒരു അറിവിൽ. ആൻഡ് ഐ വാസ് വെരി ഇംപ്രഷനബിൾ. 14 വയസ്സോ സംതിങ് എന്തോ ഉണ്ടാവും സ്കൂളിൽ പഠിക്കുന്ന സമയം. നമുക്ക് അന്നത്തെ കാലത്ത് ആക്ഷൻ ഇല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഇവരെന്താ ഈ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇതിലങ്ങനെ ഒന്നുമില്ല. പക്ഷെ ആ സാധനം എടുത്ത് കണ്ടു ഞാൻ. എൻ്റെ പൊന്നെ അടിപൊളി സിനിമ. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ഇൻസ്പിറേഷൻ. സെക്കൻഡ് വൺ വാസ് മോർ പേഴ്സണൽ. ഐ സോ ദിൽ ചാത്ത തിയേറ്ററിൽ. അന്ന് ഇറ്റ് കെയിം അറ്റ് എ ടൈം വെൻ എനിക്ക് again like Hindi cinema to me ആ സമയത്ത് was like just this ഷാറുഖ് ഖാൻ ആൻഡ് പാട്ട്, വേറെ ഒന്നും ഇല്ലല്ലോ സിനിമയിൽ. then I saw this movie and I'm like ഇങ്ങനെയും സിനിമ ചെയ്യാം. so to me that inspired me a lot and I was like അതാരായി ഡയറക്ടർ? ഫർഹാൻ അക്തർ. I like him, I like what he did. ലൈക്ക് ഒരു പ്രത്യേകിച്ച് ഒന്നുമില്ലാണ്ട് കോൺവെർസേഷണൽ ആയിട്ടുള്ള സിനിമ. അന്ന് ഞാനും എൻ്റെ ഒരു വളരെ അടുത്തൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിലൊരു ഇതേമാതിരി ഒരു റിഫ്റ്റ് നടക്കുകയായിരുന്നു. ലൈക്ക് ആമിർ ഖാൻ ആൻഡ് അക്ഷയ് ഖന്ന. സോ ദാറ്റ് പേഴ്സണലി സ്പോക്ക് ടു മീ. ആൻഡ് ഐ ആം ലൈക്ക് ഇങ്ങനെയാണ് റിലേറ്റബിലിറ്റി പിടിക്കുന്നത് ഒരു ഫിലിം മേക്കർ. സോ ദാറ്റ് വാസ് വെരി റിലേറ്റബിൾ ടു മീ. സോ അങ്ങനെ എഴുതണം സിനിമ എന്നുള്ളൊരു ബോധം അതോടുകൂടി വെച്ചു.